ഇച്ചിരി കുറവുണ്ട്. അപ്പം മമ്മി ഒരിച്ചിരി എണ്ണയും കൂടെ ഒഴിക്കുവാണേ. എന്താണെന്ന് വെച്ചാൽ എണ്ണയെ കിടന്ന് വേണം അത് നന്നായിട്ടൊന്ന് വഴണം. ആ എണ്ണയുടെ ടേസ്റ്റ്, ആ വെളിച്ചെണ്ണയുടെയൊക്കെ ആ ടേസ്റ്റ് നല്ലപോലെ ഉണ്ടെങ്കിലേ നല്ലൊരു ഇത് വരത്തുള്ളൂ. അതുകൊണ്ടാണ്. ഉള്ളിയുടെ ഒരു മൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാകം ഇത് കണ്ടോ, ഈ ഒരു മൂപ്പ് വരണം. അതാണ് അതിൻ്റെ പാകം വരുന്നത്. ഇത്ര ആയി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ആ സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്യണേ. എന്നിട്ട് വേണം നമുക്ക് മുളക് പൊടി ഇടാൻ. അല്ലെങ്കിലുണ്ടല്ലോ കരിഞ്ഞൊരു ടേസ്റ്റ് വരും. അതുകൊണ്ടോ മുളക് പൊടി ഇട്ട് എന്നിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഓഫ് ചെയ്തിട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ. അല്ലെങ്കിലുണ്ടല്ലോ മുളക് പൊടി അങ്ങ് കരിഞ്ഞു പോകും. ഇപ്പോൾ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇങ്ങനെ ഇളക്കി കൊണ്ടേയിരിക്കുക കണ്ടോ, അടി പിടിക്കാതെ. ഇനി അതിൻ്റെ അകത്തോട്ട് ഇപ്പം കണ്ടോ അതിൻ്റെ ആ മുളക് പൊടി ഒരു ചെറിയൊരു ചുമന്ന കളർ, ബ്രൗൺ കളർ പോലെ വന്നിട്ടുണ്ട്. ഇതാ പാകം വരുന്നത്. ഇനി അതിൻ്റെ അകത്തേക്ക് നമ്മൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാവേ. വെള്ളം ആവശ്യത്തിന് നോക്കിക്കോ. കണ്ടോ നോക്ക്. അതായത് നമുക്കൊരിച്ചിരി ഒത്തിരി അങ്ങ് കട്ടിയായിട്ടിരിക്കുമല്ലോ, ഒരു ചെറിയൊരു കുഴമ്പ് പരുവത്തിൽ വരണം. എന്നാലേ അതിന് ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ ഇതുണ്ടോ നല്ല നമുക്കതൊന്ന് ഇങ്ങനെ എടുത്തിടാനും കേട്ടോ, അങ്ങനെ ആ ഒരു പാകമാണ് അതിന് വരേണ്ടത്. സ്റ്റൗ ഓണാക്കി കൊടുത്തു. ഇനി ഇത് ചെറിയ ഇതായിട്ട് ഫ്ലെയിം കുറച്ച് വെക്കണേ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുക, കൂട്ടി പിടിക്കാതെ നോക്കുക. ഇതിനകത്തൊരു ശകലം വെളിച്ചെണ്ണയുടെയും കൂടെ കുറവുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഒരു ശകലം എണ്ണയും കൂടെ ആഡ് ചെയ്യണം. എണ്ണയാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാവരും ചോദിക്കും ഒത്തിരി എണ്ണ കഴിച്ചാൽ കൊളസ്ട്രോൾ ഉണ്ടാകത്തില്ല എന്നൊക്കെ ചോദിക്കും. പക്ഷേ അങ്ങനെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കി കഴിക്കുന്നില്ലല്ലോ, വല്ലപ്പോഴും ഒക്കെ അല്ലേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ പാകം വരുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിവിടെ ഇരുന്നൊന്ന് ചൂട് നല്ലപോലെ ഒന്ന് ആറിയെടുക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് സൂപ്പർ സാധനമാണ്, നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി ആ മുളക് ചമ്മന്തി കൂട്ടി ഉണ്ടുന്നകടെ കാണിച്ചു തരാം. മുളക് ചോറെടുത്തിട്ടുണ്ട്, അതിൻ്റെ അകത്ത് ഇച്ചിരി തൈര് മമ്മി ഒഴിച്ച്. ഇനി ആ മുളകും കൂടെ അതിൻ്റെ അകത്തോട്ടിട്ട് അങ്ങനെ നല്ലപോലെ അങ്ങോട്ട് കുഴച്ച്, ആഹാ എനിക്ക് തന്നെ കണ്ടിട്ട് വായി വെള്ളം വരുന്നുണ്ട്.